ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ റീ എൻട്രി ആയിരുന്നു. ലക്ഷ്മി, സാബുമാൻ, ആര്യൻ, രേണുസുതി ഇവരുടെയൊക്കെ എൻട്രി കാണാൻ നല്ല രസമായിരുന്നു. ഇവരൊക്കെയാണ് വന്നത്. ഇനി നമ്മൾ കാണാൻ ആകെ ബാക്കിയുള്ള ജിസേലിന്റെ എൻട്രിയാണ്. ജിസേൽ മാത്രമേ ഇനി എക്സ് കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തു നിന്നും വരാൻ ബാക്കിയുള്ളൂ. അപ്പൊ ലൈവിനകത്ത് കുറച്ചു നേരം മുമ്പ് ഷാരിക നമ്മുടെ അനീഷിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇതാണ്, ഫസ്റ്റ് വീക്കിൽ എല്ലാവരും അനീഷിനെ പുറത്താക്കണം എന്നായിരുന്നു. ഇപ്പൊ പുറത്താക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി, എല്ലാവരും അനീഷേട്ടൻ എന്നാണ് പറഞ്ഞത്. അനീഷ് പോലും അറിയാതെ താൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നേരം തുഴഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു അനീഷിന്റെ മാറ്റം. പോസിറ്റീവായ നല്ല മാറ്റമാണെന്ന് പറയുന്നുണ്ട്. എന്നേരം തുഴഞ്ഞെന്നുള്ളത് അനീഷിന്റെ ബുക്കിന്റെ പേരാണ്. ഉടനെ നൂറ, അനീഷിനെ ഇഷ്ടപ്പെടുന്ന എന്തുമാത്രം ആളുകൾ ഉണ്ടാവും എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് അനീഷിന്റെ മുഖത്തൊരു ചെറു പുഞ്ചിരി ഉണ്ട് കേട്ടോ. കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ഫസ്റ്റ് വീക്കിലെ കാര്യവും ഇന്നത്തെ കാര്യവും വെച്ചിട്ട് ഷാരിക നടത്തിയ ഒരു കമ്പാരിസൺ ആണ്. അത് പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചുള്ള ഒരു കരുതലിന്റെ നിമിഷം, ഏറ്റവും അധികം കരുതൽ ലഭിച്ചൊരു നിമിഷം പറയണം എന്നുള്ളതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. ഇതിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ജിഷിന്, അപ്പാനി ശരത്ത്, അക്ബർ തുടങ്ങി കുറെ പേര് അനീഷുമായിട്ടുള്ള അവരുടെ ഓരോ മൊമെന്റിനെ പറ്റിയും പറയുന്നു. അതില് അപ്പാനി പറഞ്ഞത് അനുമോളുമായിട്ട് വഴക്കിട്ട ആ ഒരു സമയത്ത് അനീഷ് അപ്പാനിക്ക് ആശ്വാസമേകി ആ ഒരു കാര്യമൊക്കെ അപ്പാനി എടുത്തു പറയുന്നുണ്ട്. പിന്നെ ജിഷിനും അങ്ങനെ ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. ജിഷിന് എന്നിട്ട് അനീഷിന് ഒരു ടീഷർട്ട് കൊടുത്തു. ആ ടീഷർട്ടാണ് അനീഷ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. ഇതിനെപ്പറ്റിയാണ് ഷാരിക പറഞ്ഞത് കേട്ടോ. ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയത്ത് ഇവര് പറഞ്ഞതിനെ പറ്റിയാണ്. അപ്പൊ എന്താണ് ഈ മനുഷ്യൻ എന്നൊക്കെ വീട്ടിലുള്ള ആളുകളൊക്കെ ചോദിക്കും. എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. അപ്പോ ഞാൻ പറയും അതൊരു പാവം മനുഷ്യനാണ് എന്ന് ഞാൻ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നന്മമരം എന്ന് പറഞ്ഞ് എത്ര കളിയാക്കിയാലും ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്ന് ഷാരിക പറയുന്നു. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് എക്സ് കണ്ടസ്റ്റൻസ് വരുന്നത്. ലക്ഷ്മിയും സാബുമാനും ആര്യനും ഒക്കെ വരുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും